അടിമകൾക്ക് പുറത്തു പോകാനുള്ള ഒന്നാമത്തെ വിഷയം അതാണ് മുഖാത്തബ. മോചനപത്രം എഴുതി സ്വാതന്ത്ര്യം നേടുക. ഒരാൾ ഒരജമാനിന് കീഴിൽ അടിമയാണ് എങ്കിൽ ആ അടിമക്ക് യജമാനോട് കരാറിൽ ഏർപ്പെടാം. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പണം തരാം, നിങ്ങൾ എന്നെ മോചിപ്പിക്കണം. അങ്ങനെ ആ കരാറുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ആ കരാറ് പ്രകാരം ഈ അടിമയെ മോചിപ്പിക്കൽ ആ യജമാനന് ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, വല്ലദീന യബ്തഗൂനൽ കിതാബ മിമ്മാ മലകത് അയ്മാനുകും ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ വആതൂഹും മിമ്മാ ലില്ലാഹി അല്ലദീ ആതാകും. നിങ്ങളുടെ അടിമകളിൽ നിന്ന് മോചന കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരാരോ അവരുമായി നിങ്ങൾ മോചന കരാറിൽ ഏർപ്പെടുക. അടിമകൾ പറയാണ് യജമാനോട്, ഞാൻ പണം തരാം, നിങ്ങളെന്നെ മോചിപ്പിക്കണം. എന്നിട്ട് കരാർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു പറയാണ് ഫകാതിബൂഹും, അടിമകളോട് കരാറിൽ ഏർപ്പെടണം ആ വിഷയത്തിൽ എന്നുള്ളതാണ്. അവരിൽ നന്മയുള്ളതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഈ അടിമകൾ പിന്നെ യജമാനെ പൊട്ടം കളിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നോക്കി, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് അവർക്ക് നിങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ ഒരു യജമാനനോട് അടിമ കരാർ ചെയ്യാണ്, ഇത്ര പണത്തിന് നിങ്ങൾ എന്നെ മോചിപ്പിക്കണം, ഞാൻ ആ പണം തന്നു തീർക്കാമെന്ന് കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ കരാർ ചെയ്തോളണം യജമാനൻ, ഉടമ. എന്നിട്ട് ഉടമനോട് പറയാണ് പൈസ കൊടുത്തിട്ട് ഈ അടിമനെ സഹായിക്കണം. എന്തിന്? അടിമക്ക് ആ പണം സ്വരൂപിക്കാൻ, യജമാനൻ കൊടുത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അത് നമുക്കിതിലൊരു പോയിൻ്റായിട്ട് പിന്നീട് വരും. ആ വിഷയത്തിലൊരു ചരിത്രം, ഉമർ റളിയല്ലാഹു തആലയുടെ ഭരണ ഖിലാഫത്തിൽ സീരീൻ എന്നവർ അനസ് റളിയല്ലാഹു തആലാനുവിൻ്റെ അടിമയായിരുന്നു, മൗലയായിരുന്നു. അനസാര? അനസ് ബിൻ മാലിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിം. അദ്ദേഹത്തിൻ്റെ മൗലയാണ് സീരീൻ എന്നവർ. സീരീൻ വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് മുഹമ്മദ് ബിൻ സീരീൻ, അതേപോലെ തന്നെ ഹഫ്സ ബിൻ സീരീൻ, താബിയത്തുകളിൽ പ്രധാനിയായ. അപ്പോൾ ഈ സീരീൻ അദ്ദേഹം അനസ് റളിയല്ലാഹു തആലയോട് എന്ത് ചെയ്തു, ഞാൻ നിങ്ങളുമായി മോചന കരാറിൽ ഏർപ്പെടാൻ തയ്യാറാണ് എന്ന് പറയാണ്. കണ്ട, അതാണ് അന്ന സീരീൻ സഅല അനസൻ അൽ മുഖാതബ വകാന കസീർ അൽ മാൽ ഫഅബ. സീരീന് കുറേ സമ്പത്തുണ്ടായിരുന്നു, അടിമയാണ്, പക്ഷേ വലിയ സമ്പന്നനായിരുന്നു സീരീൻ. കാരണം അടിമയായി തന്നെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് സമ്പാദിക്കാം, സ്വരൂപിക്കാം. അത് ഇസ്ലാം വകവെക്കുന്ന അവകാശമാണ്. അപ്പം യജമാനൻ അനസിനോട് പറയാണ് റളിയല്ലാഹു തആലയോട്, നിങ്ങളെന്നെ പിന്നെ മോചിപ്പിക്കാൻ എനിക്ക് മോചനം തരാൻ സഹായിക്കണം, ഞാൻ നിങ്ങളുമായി മുഖാത്തബത്ത് ഒരുങ്ങാണെന്ന് പറയണം. അപ്പോൾ അനസ് വിസമ്മതിച്ചു, യജമാനൻ അനസ് റളിയല്ലാഹു വിസമ്മതിച്ചു. അപ്പോൾ ഉമറിൻ്റെ ഭരണമാണ്. സീരീൻ ഉമർ റളിയല്ലാഹു തആലയുടെ അടുക്കൽ ചെന്ന് എന്നിട്ട് വിഷയം പറഞ്ഞു. അനസ് സമ്മതിക്കണില്ല എന്ന് പറയണം. അപ്പോൾ ഉമർ റളിയല്ലാഹു പറയാണ് അനസിനോട്, താങ്കൾ സീരീനുമായി മോചന കരാറിൽ ഏർപ്പെടുക. അപ്പോൾ അനസ് വീണ്ടും വിസമ്മതിച്ച്. അപ്പോൾ ഉമർ തൻ്റെ വടിയെടുത്ത് അനസിനെ തല്ലി. ഉമർ ഖലീഫയാണ്, അനസിനെ തല്ലി. എന്നിട്ട് ഉമർ ആയത്ത് ഓതി കൊടുത്തു, നമ്മൾ നേരത്തെ കൊടുത്ത ആയത്തുണ്ടല്ലോ, അവരുമായി നിങ്ങൾ മോചന കരാറിൽ ഏർപ്പെടുക, അവരിൽ നന്മയുള്ളതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ എന്നുള്ള ആയത്ത് ഉമർ അനസിന് ഓതി കൊടുത്തു എന്നാണ്. അടിമ പറയാണ് എനിക്ക് മോചന കരാറിൽ അങ്ങയുമായി ഏർപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു കൽപ്പിച്ചതാണ്. അടിമ അത് പറഞ്ഞിട്ടും ഉടമ അനസ് റളിയല്ലാഹു തആലയെ വിസമ്മതിച്ചപ്പോൾ വടിയെടുത്ത് ഉമർ അനസ് റളിയല്ലാഹു അൻഹുമ അടിക്കുകയുണ്ടായി എന്നാണ് അവിടെ ചരിത്രം. അപ്പോൾ ഈ ഒരു വിഷയം നോക്കൂ നിങ്ങൾ, മുഖാത്തമ. പിന്നെ ഒരു ചരിത്രമാണ് ഇത്. ഈ അൽ ഫുറാഫിസ ഇബ്നു ഉമൈർ അൽ ഹനഫി എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം പിന്നെ അമവികളുടെ കാലം എന്ന് പറഞ്ഞാൽ സഹാബികളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഈ ഫുറാഫിസക്ക് ഒരടിമ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്ത് പിന്നെ യജമാനോട് ഈ ഫുറാസിഫനോട് കരാറിൽ ഏർപ്പെട്ട് എങ്ങനെ പൈസ സ്വരൂപിച്ചിട്ട് ഞാൻ പൈസ തരാം, നിങ്ങളെന്നെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുറാഫിസ അനസിൻ്റെ റളിയല്ലാഹു ചരിത്രം പറഞ്ഞ പോലെ തന്നെ വിസമ്മതിച്ച് കൂട്ടാക്കിയില്ല. അപ്പോൾ അന്നത്തെ മദീന ഗവർണറായിരുന്നു അൽ മർവാൻ ബിൻ അൽ ഹക്കം. അപ്പോൾ ഈ അടിമ മദീന ഗവർണർ അൽ മർവാൻ ബിൻ അൽ ഹക്കമിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കാശ് ശേഖരിച്ചിട്ടുണ്ട്, എനിക്ക്
മോചനം കരാറിൽ ഏർപ്പെട്ടിട്ട് മോചനം വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫുറാഫിസ സമ്മതിക്കുന്നില്ല എന്നാണ് മദീന ഗവർണറോട് ഈ അടിമ പറയുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? മർവാൻ ഫുറാഫിസയെ വിളിച്ച് എന്നിട്ട് അടിമനെ ചൂണ്ടിയിട്ട് പറഞ്ഞ്, അടിമ കാശ് തരാമെന്ന് പറയുന്നുണ്ട്, നിങ്ങളെന്താ മോചനം കൊടുക്കാത്തത്, കരാറിലെന്താ ഏർപ്പെട്ടിട്ട് മോചനം കൊടുക്കാത്തതെന്ന് പറയുന്നത്. അപ്പോൾ ഫുറാഫിസ വിസമ്മതിച്ചു. അപ്പം മർവാൻ മദീന ഗവർണർ പറഞ്ഞ വാക്കാണിത്, താങ്കൾക്ക് പോകാം, താങ്കൾ മോചിതനാകുന്നു. അടിമനെ ഭരണാധികാരി സ്വതന്ത്രരാക്കി. ഭരണാധികാരി അടിമ കൊണ്ടുവന്ന കാശുണ്ടല്ലോ, ആ കാശ് ബൈത്തുൽ മാലിൽ വെക്കാൻ പറഞ്ഞു. ആ കാശ് ആർക്കുള്ള കാശാണ്? ശരിക്ക് ഫുറാഫിസക്കുള്ള കാശാണ്. അത് അദ്ദേഹത്തിന് കൊടുക്കാതെ അത് ബൈത്തുൽ മാലിൽ വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കാശും പോയി അടിമയും പോയി എന്നുള്ളത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഈ ഫുറാഫിസ വേഗം ആ കാശ് കൊള്ളുകയുണ്ടായി എന്നാണ് ചരിത്രം. എന്ന് പറഞ്ഞാൽ അടിമകളെ അവർ മുഖാത്തബക്ക് ഒരുക്കമാണ് എങ്കിൽ, മുഖാത്തബ എന്ന് പറഞ്ഞെങ്കിൽ മോചനദ്രവ്യം നൽകി സ്വാതന്ത്ര്യം വാങ്ങാൻ അവർ കരാറിൽ ഏർപ്പെടാൻ തയ്യാറാണ് എങ്കിൽ അവരെ മോചിപ്പിക്കൽ, ഈ മോചന കരാറിൽ എഴുതി അവരെ മോചിപ്പിക്കൽ യജമാന്മാരുടെ ബാധ്യതയാണ് എന്നുള്ളതാണ് ഇത് പഠിപ്പിക്കുന്നത്.